കൊല്ലം കരുനാഗപ്പള്ളിയിലെ കൊലപാതകത്തിന്റെ അപ്ഡേഷനിലേക്കാണ് ആദ്യം തന്നെ പോകുന്നത്. കൊല്ലം കരുനാഗപ്പള്ളിയിൽ യുവാവിനെ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തി. കരുനാഗപ്പള്ളി താച്ചയിൽ മുക്ക് സ്വദേശി സന്തോഷാണ് കൊല്ലപ്പെട്ടത്. മുൻവൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണം എന്നാണ് സൂചന. വധശ്രമ കേസിൽ പ്രതിയാണ് കൊല്ലപ്പെട്ട സന്തോഷ്. ലിജോ റോളൻസ് വിശദാംശങ്ങൾ നൽകും. ലിജോ, രാവിലെ എത്ര മണിയോടുകൂടിയാണ് ഈ കൊലപാതകം നടക്കുന്നത്? പോലീസ് എന്താണ് അതിനെക്കുറിച്ച് പറയുന്നത്? ഈ പ്രതികൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ എങ്ങനെ പുരോഗമിക്കുന്നു? ഇതിന് ഇന്ന് പുലർച്ചെ 3 മണിയോട് കൂടെയാണ് കൊല്ലം കരുനാഗപ്പള്ളിയിൽ യുവാവിനെ വീട്ടിൽ കയറി വെട്ടിയിരിക്കുന്നത്. കരുനാഗപ്പള്ളി KCB ഓഫീസിന് സമീപമുള്ള താച്ചയിൽ മുക്ക് സ്വദേശി സന്തോഷാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇത് മുൻവൈരാഗ്യം കാരണമെന്നുള്ളതാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. അതിന് കാരണമുണ്ട്. ഈ 2024 നവംബറിൽ ഇയാൾ ഒരു വധശ്രമ കേസിൽ ഉൾപ്പെട്ടിരുന്നു. അതിനുശേഷം ജയിലിൽ റിമാൻഡിന് ശേഷം ഈ അടുത്താണ് പുറത്തേക്ക് ഇറങ്ങിയത്. ഇയാളെ സന്തോഷിനെ കരുനാഗപ്പള്ളിയിൽ ജിം സന്തോഷ് എന്നുള്ള പോലീസിന്റെ ലിസ്റ്റിൽ ഉൾപ്പെടെയും പേരുള്ളത്. കാരണം നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായിരുന്നു. ഇതിനു മുൻപും ഇത്തരത്തിൽ നിരവധി കേസുകളിൽ ഉൾപ്പെടുകയും ചെയ്തിട്ടുണ്ട്. 2020-ലും ഇതിന് സമാനമായ രീതിയിൽ സന്തോഷിന് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ സിറ്റി പോലീസ് കമ്മീഷണറും ഒപ്പം തന്നെ കരുനാഗപ്പള്ളി AS ഉൾപ്പെടെയുള്ളവരടങ്ങുന്ന സംഘം ഈ സ്ഥലത്ത് പരിശോധന നടത്തുകയാണ്. പോലീസ് ഈ ആക്രമണം സംബന്ധിച്ച് പോലീസ് നൽകുന്ന വിവരങ്ങൾ ഇതാണ്. ഇന്ന് രാവിലെ ഏകദേശം 3 മണിയോട് കൂടെ ഈ വീട്ടിലേക്ക് കാറിൽ ഒരു സംഘം എത്തുന്നു. ആദ്യം തോട്ട ഇറങ്ങി, അതായത് ഈ തോട്ട ഇറങ്ങി അവിടെ ഒരു വീടിന്റെ മുൻവശത്തേക്ക് തോട്ട ഇറങ്ങിയതിന് ശേഷമാണ് വീട്ടിന് ഉള്ളിലേക്ക് കയറിയത് എന്നുള്ളൊരു കാര്യമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ വീട്ടിനുള്ളിൽ കയറിയതിന് ശേഷം ഈ വീട്ടിൽ അമ്മയും സന്തോഷും മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിന് പിന്നാലെ ആക്രമണം നടത്തുകയായിരുന്നു. അമ്മയുടെ മുന്നിൽ വെച്ചായിരുന്നു ഇത്തരത്തിൽ ഒരു ക്രൂരമായ കൊലപാതകം നടത്തിയതെന്നുള്ളതാണ് പോലീസിന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ആശുപത്രിയിലേക്ക് എത്തിക്കും മുൻപ് തന്നെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. 2 പരിക്കുകളാണ് ശരീരത്തിൽ ഉണ്ടായിരുന്നത്. കയ്യിൽ ഒരു ഉണ്ടായിരുന്നു. മാത്രമല്ല ഇടത് കാലിന്റെ മുട്ടിന് താഴെയുള്ള ഭാഗം ആകെ തകർന്ന ഒരു അവസ്ഥയിലുമായിരുന്നു. ഇത് എന്തായാലും പോലീസ് ഈ സംഘത്തെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇയാൾ മറ്റേതെങ്കിലും കേസിലുമായി ബന്ധപ്പെട്ടതാണോ, എന്താണ് ഇതിന് കാരണം എന്നുള്ള കാര്യം 2020-ലും സമാനമായ ഒരു ആക്രമണം നടത്തിയെന്ന് പറയുമ്പോൾ പോലീസിന് നിരവധി സംശയങ്ങളുണ്ട്. 2024 ഇയാളുടെ ഒരു സുഹൃത്തായിട്ടുള്ള ഒരു വ്യക്തിയെ തന്നെയാണ് ഈ KCB ഓഫീസിന് സമീപത്ത് വെച്ച് കുത്തി പരിക്കേൽപ്പിച്ച് ഈ വധശ്രമത്തിന് കേസിൽ ഉൾപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്.